വളരെ എളുപ്പത്തിൽ വെറും 5 മിനിറ്റിൽ 3 ചേരുവകൾ മാത്രം ഉപയോഗിച്ച് തയ്യാറാക്കിയെടുക്കാവുന്ന ഏറ്റവും അടിപൊളിയായിട്ടുള്ള മാംഗോ ഡിസേർട്ടിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ സ്പെഷ്യൽ മാംഗോ മൂസ്. എങ്ങനെയാണ് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം അല്ലേ. അപ്പോൾ ഈ റെസിപ്പിക്ക് വേണ്ടി 1/2 കപ്പ് നല്ല പഴുത്ത മധുരമുള്ള മാങ്ങ ഒരു മിക്സിയുടെ ജാറിലോട്ടേക്ക് ചേർത്ത് കൊടുത്ത് വെള്ളമോ പഞ്ചസാര ഒന്നും ചേർക്കണ്ട, ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി. നല്ലതുപോലെ ഞാനിപ്പോൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് ഫ്രിഡ്ജിനകത്ത് വെച്ച് നല്ലതുപോലെ ഒന്ന് തണുപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതൊന്ന് തണുത്ത് വരട്ടെ. ആ സമയം കൊണ്ട് ഒരു ബൗളും അതുപോലെ തന്നെ ബീറ്റർ ബ്ലേഡും ഫ്രീസറിനകത്ത് വെച്ച് 1/2 മണിക്കൂർ തണുപ്പിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. വിസ്ക്കാണ് ഉപയോഗിക്കുന്നതെങ്കിൽ വിസ്ക് തണുപ്പിച്ചെടുക്കുക. എന്നിട്ട് ഇതിനകത്തോട്ടേക്ക് വിപ്പിംഗ് ക്രീം പൗഡറായിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു പാക്കറ്റിൻ്റെ പകുതി ഭാഗവും, വിപ്പിംഗ് ക്രീം ആയിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു 1/4 കപ്പിൽ കുറച്ചധികം ഉപയോഗിച്ചാൽ മതി കേട്ടോ. ഈ ഒരു കണക്കിന് ഇത് ധാരാളമാണ്. അതിനുശേഷം ഇതിപ്പോൾ പൗഡർ ആയതുകൊണ്ട് തന്നെ അതിനാവശ്യത്തിനുള്ള തണുത്ത പാൽ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഉപയോഗിക്കുന്ന പൗഡറിനനുസരിച്ചിട്ട് എത്രയാണോ തണുത്ത പാൽ വേണ്ടത് അത് ഒഴിച്ചു കൊടുത്താൽ മതി. നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കണം. നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് ഒന്ന് കുറച്ച് സോഫ്റ്റായിട്ട് വരുന്ന സമയത്ത് ഇതിലോട്ടേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ കണ്ടൻസ്ഡ് മിൽക്ക്, നമ്മുടെ മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം മധുരം ഇതിനേക്കാൾ കൂടുതൽ വേണമെന്ന് ഇഷ്ടമുള്ളവർക്ക് 5-6 ടേബിൾ സ്പൂൺ വരെയൊക്കെ മിൽക്ക് മെയ്ഡ് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തെടുത്താൽ മതി. നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇതിനകത്തുനിന്ന് ഒരു 2 ടേബിൾ സ്പൂൺ നമുക്ക് അങ്ങോട്ടേക്കൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ബാക്കിയുള്ള നമ്മൾ നല്ലതുപോലെ അടിച്ചെടുത്തിട്ടുള്ള മിക്സിനകത്തോട്ടേക്ക്, നമ്മുടെ ക്രീമിനകത്തോട്ടേക്ക് നമ്മൾ നേരത്തെ അടിച്ച് നല്ലതുപോലെ തണുപ്പിച്ച് വെച്ചിട്ടുള്ള മാംഗോ മിക്സ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലതുപോലെ ഇത് നമ്മളൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം. അപ്പോൾ ഒരുമിച്ച് ചേർക്കേണ്ട, കുറച്ചായിട്ട് ചേർക്കുന്നതാണെങ്കിൽ ഒന്നുകൂടി നമ്മുടെ ക്രീമൊക്കെ ആയിട്ട് നന്നായിട്ട് ചേർന്ന് വരുന്ന രീതിയിൽ. ഓക്കെ, അപ്പോൾ നല്ല ടേസ്റ്റിയാണ് ശരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കി നോക്കിയവർക്കറിയാം, കുട്ടികൾക്കൊക്കെ ശരിക്കും കഴിക്കാൻ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു രുചിയാണ്. അപ്പോൾ ഞാൻ ഈ മുഴുവൻ മാംഗോ നമ്മൾ അടിച്ചത് മുഴുവനായിട്ട് ഇങ്ങനെ കുറച്ചായിട്ടൊന്ന് ചേർത്തിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലതുപോലെ മിക്സാക്കി എടുക്കുക. ക്രീം നിങ്ങൾ വിപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു സോഫ്റ്റ് പീക്സ് ആകുന്നവരെ ചെയ്താൽ മതി. സ്റ്റിഫ് പീക്സ് വേണമെന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ബീറ്റർ വേണമെന്നില്ല. വിസ്ക് ഉപയോഗിച്ചിട്ട്, വിപ്പിംഗ് ക്രീം പൗഡറൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വിസ്ക് ഉപയോഗിച്ച് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ കണ്ടില്ലേ, നല്ല രീതിയിൽ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതൊന്നുകൂടി ഞാൻ ഫ്രിഡ്ജിനകത്ത് വെച്ച് തണുപ്പിച്ചെടുത്തിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ട് വേണം എപ്പോഴും ഇത് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് കറക്റ്റായിട്ടുള്ള ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടുക. ഒരു ഗ്ലാസ്സിനകത്തോട്ടേക്ക് അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് ഏറ്റവും ടോപ്പിലായിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ക്രീമിൽ നിന്നും കുറച്ച് ഭാഗം ചേർത്ത് കൊടുക്കുക. ഫൈനലായിട്ട് നമ്മൾ കുറച്ചൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിനകത്ത് നമ്മൾ വേറെ ചേരുവകളൊന്നും തന്നെ നമുക്ക് ആവശ്യമില്ല. കുറച്ച് മാങ്ങ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ട് മുകൾ ഭാഗത്ത് ചേർക്കാം. അതുപോലെ മുകൾ ഭാഗത്തും ഞാൻ കുറച്ച് മിൽക്ക് മെയ്ഡ് തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നന്നായിട്ട് തണുപ്പിച്ചെടുത്ത് കഴിഞ്ഞിട്ട് കഴിക്കുമ്പോൾ ശരിക്കും നമ്മൾ ഐസ്ക്രീമൊക്കെ കഴിക്കുന്ന പോലെ തന്നെ ഭയങ്കര ടേസ്റ്റ്. നമ്മൾ മാംഗോ ഐസ്ക്രീം തയ്യാറാക്കിയെടുക്കുന്ന രീതി തന്നെയാണ്. പക്ഷേ മാംഗോ മൂസ് നമുക്ക് അതിനേക്കാളും കുറച്ചുകൂടി സിമ്പിൾ. നമ്മൾ ഐസ്ക്രീം ആകുമ്പോൾ സെറ്റ് ചെയ്തിട്ടൊക്കെയല്ലേ ചെയ്തെടുക്കുന്നത്. ഏറ്റവും സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നതും കുട്ടികൾക്കൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള മാംഗോ മൂസ് വളരെ സിമ്പിളായിട്ട് ഇതുപോലെ തയ്യാറാക്കിയെടുക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക.